കേരള സ്റ്റോറി 2 റിലീസിന് കേരള ഹൈക്കോടതിയുടെ സ്റ്റേ. തുടർച്ചയായ 3 ദിവസത്തെ ഹിയറിംഗിന് ശേഷമാണ് ഇങ്ങനൊരു ഓർഡർ ഉത്തരവായിട്ടുള്ളത്. ഇനി നമുക്ക് കോടതിയിൽ ചർച്ച ചെയ്ത മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് സെക്ഷൻ 5B ഓഫ് സിനിമാറ്റോഗ്രാഫ് ആക്ട് അതിൽ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ലാത്തതായി കോടതിയിൽ നിരീക്ഷണമുണ്ടായി. പിന്നെ ആർട്ടിക്കിൾ 19 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ നിന്നുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെയും മോശമായി ചിത്രീകരിക്കാനുള്ള ലൈസൻസ് അല്ല എന്നുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി വിധികളും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. രണ്ടാമതായുള്ള പ്രധാന ഇഷ്യൂ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് എന്നുള്ള പടത്തിലെ ക്ലെയിമും പടത്തിന്റെ ടൈറ്റിലും ഇത് രണ്ടും വെച്ച് ഒരു ഹോൾ സ്റ്റേറ്റിനെ, നമ്മുടെ കേരളത്തിനെ സ്റ്റിഗ്മാറ്റൈസ് ചെയ്യുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19 വയലേഷൻ എന്നുള്ള സ്ട്രോങ് ആർഗ്യുമെന്റ് ആയിരുന്നു. 15 ദിവസത്തേക്കാണ് കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. സ്റ്റേയിൽ പറയുന്ന കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ല. പിന്നെ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സും ആർക്കും സെയിൽ ചെയ്യാൻ പാടില്ല. പോരാത്തതിന് CBFCക്ക് കേരള ഹൈക്കോടതി കൊടുത്ത ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള 14 ദിവസത്തിനുള്ളിൽ പെറ്റീഷനേഴ്സിനെ, അതായത് കേസ് കോടതിയിൽ കൊടുത്ത ആൾക്കാരെ കേൾക്കാനും അതനുസരിച്ച് പുതിയ ഓർഡേഴ്സ് പാസ്സാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേരള ഹൈക്കോടതി ക്രിയേറ്റീവ് ലിബർട്ടിക്കും ഹെയ്റ്റ് പ്രൊപ്പഗാൻഡയ്ക്കും ആ ഒരു ലൈൻ തെളിച്ചു വരച്ചിരിക്കുകയാണ്. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള കോടതി വിധിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻസിൽ പറയും.